ആദിയുമന്തവുമായവനേ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ. ആദിയുമന്തവുമായവനേ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ. വഴിയും സത്യവുമായവനേ, ഏകരക്ഷാമകമായവനേ. വഴിയും സത്യവുമായവനേ, ഏകരക്ഷാമകമായവനേ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. വചന അടിസ്ഥാനത്തിൽ പാപം എന്താണെന്നാണ് നമ്മൾ ധ്യാനിച്ചത്. അത് ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? പ്രാർത്ഥിക്കാതിരുന്നാൽ അതൊരു പാപം. ഓക്കെ. രണ്ടാമത്തേത് ദൈവവചനം അനുസരിച്ചില്ലെങ്കിലും അതും പാപം തന്നെയാണ്. മൂന്നാമത് താഴ്മ. നാലാമത്തെ കാര്യം മക്കളെ നാം ശരിയായി വളർത്തണം. വളർത്തില്ലെങ്കിലും അതും ദൈവം പാപം തന്നെയാണെന്ന് ധ്യാനിക്കുവാനിടയായി. ഓക്കെ. അപ്പൊ മീതിയുള്ള ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സമയം ഒരുപാട് മുന്നിലോട്ട് പോയി എങ്കിലും നമ്മൾ കാണാൻ പോകുന്നത് അഞ്ചാമത്തെ പോയിന്റാണ്. ഞാൻ സുവിശേഷം അറിവിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ദൈവത്തെ അറിഞ്ഞ ഒവ്വൊരു വ്യക്തിയും ദൈവത്തെ കുറിച്ച് പറയുക എന്നത് ദൈവത്തിന്റെ ദൗത്യമാണ്. നമുക്ക് വായിക്കാം വാക്യം 1 കൊരിന്ത്യർ 9 അതിന്റെ 16 വാക്യം. പൗലോസ് പറയുന്നത്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എന്തുകൊണ്ട് പൗലോസ് ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്? പൗലോസ് ആരായിരുന്നു? ദൈവസഭയെ തുൻപുറുത്തിയവർ അല്ലേ? സൗൽ എന്ത് ചെയ്ത്? പൗലോസ് മാർക്ക് മുൻപ് ഇങ്ങനെ കൂടിയവർ ഉണ്ടെങ്കിൽ ആൾക്കാരെ പിടിച്ച് ജയിലാക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു സൗൽ. ദൈവം നേരിട്ടാണ് സൗലിനെ തൊട്ട്. അവൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്ത്? ആ ദൈവത്തെ കുറിച്ച് മറ്റവർക്ക് പ്രസംഗിക്കാൻ കടന്നുപോയി. അതുകൊണ്ടാണ് ഇവിടെ വചനം പറഞ്ഞത്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവം നമ്മളെ വിളിച്ച് വേർപ്പെടുത്തിയതാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ നിങ്ങളിലാണോ നാം ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം മറ്റുള്ളവർക്ക്. അങ്ങനെ മറ്റുള്ളവർ നാം ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ നാളെ ദൈവം നമ്മളടുത്ത് കണക്ക് ചോദിക്കും. രക്ഷിക്കപ്പെട്ട എല്ലാവരും ഇത് നിങ്ങളുടെ മേലുള്ള ഒരു വിളിയാണ്. ഇത് പ്രസംഗിക്കുന്ന പാസ്റ്റർക്ക് മാത്രമേ വിളി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. നിങ്ങളും ദൈവത്തെ കുറിച്ച് പറയണം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ അറിയാതിരുന്ന സമയത്തും ദൈവത്തെ അറിഞ്ഞും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതവും നന്മകളും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനുഭവിക്കുവാനിടയായി? അങ്ങനെയെങ്കിൽ സുവിശേഷം അറിയിക്കേണ്ടത് ഉത്തരവാദം എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ ഒരു അണ്ണനുണ്ട്. പിച്ച യാചിക്കുന്നവർ യാർ വന്ന് ചോദിച്ചാലോ ഇദ്ദേഹം എടുത്ത് പാക്കറ്റിൽ കൈയെടുത്ത് പണം എടുക്കും. പക്ഷെ കൊടുക്കുന്ന മുൻപോട്ട് പറയാം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ അദ്ദേഹം പൈസ കൊടുക്കും. അത് കൂടി സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു പിച്ച യാചിക്കുന്നിടത്ത് പോയി പറയേണ്ട ഒരു ആവശ്യമില്ല. ഉണ്ടെങ്കിൽ കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് വിടാം. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്ത് ഇല്ല, ഈ കാശ് എനിക്ക് ദൈവം തന്നതാണ്, ആ ദൈവം നിന്നെയും സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ദൈവത്തിൽ വിശ്വസിക്കുക. ഇതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരും. അല്ലെങ്കിൽ കാശും കൊടുത്ത് പുള്ളി ചായ മേടിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ഉത്തരവാദങ്ങൾ നിങ്ങളിലാണ് എന്ത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ നാളെ നാം ദൈവസ്ഥലിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനും കണക്ക് ബോധിപ്പിക്കണം, നിങ്ങളും കണക്ക് ബോധിപ്പിക്കണം. എന്തുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നത്? ഞാൻ സുവിശേഷം അറിയിക്കണമെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കണമെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പൊ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ എന്ത് ചെയ്ത്? ദൈവത്തിന്റെ ആത്മാ അവരുടെ മേൽ വന്ന ശേഷം
അവർ ചുമ്മാ ഇരുന്നിട്ടില്ല. അവർ എവിടൊക്കെ പോയോ അവിടൊക്കെ അവർ വീരപ്രവൃത്തികൾ അത്ഭുതങ്ങൾ ചെയ്തോ യേശുവിനെ സാക്ഷ്യം കൊടുക്കുവാനും ഇടയായി. നമുക്ക് വായിക്കാം ഒരു വാക്യം, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. പറയുന്നതാണ്, പത്രോസും യോഹന്നാനും അവർ എന്ത് ചെയ്ത്, ദേവാലയത്തിനും പോകും മുൻപേ ദേവാലയത്തിന്റെ വാതിക്കൽ പിച്ച യാചിക്കുന്ന മനുഷ്യൻ, ജന്മം മുതൽ മുടന്തനായിരുന്ന മനുഷ്യനായി അവർ സൗഖ്യപ്പെടുത്തിയപ്പോൾ ആ പിച്ച യാചിക്കുന്നവൻ എന്ത് ചെയ്ത് മഹാപുരോഹിതനെ കണ്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത്, ഇനി ചെയ്ത് യാർ എന്ന് പത്രോസിനെയും യോഹന്നെയും പിടിച്ച് തടവിലാക്കി. ഇവർ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ആ കോടതിയിൽ ഇവരെ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരമാണ് ഈ വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാ പ്രാപിച്ച അവർ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയായി. ഇത് ഏറ്റവും താഴോട്ട് വായിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് മനുഷ്യർക്ക് ഭയപ്പെടാത്തിലും ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് എന്ത് പറയുന്നതോ അത് മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം അറിയിക്കുക എന്ന് വലിയൊരു ദൗത്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പേടിയാണെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് സുവിശേഷം പറയണം, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ പറയണം, കർത്താവേ എന്റെ ഭയത്തെ മാറ്റണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തിയെ അയക്കുമ്പോൾ നിങ്ങൾ അറിയാതെ സുവിശേഷം പറയുവാൻ ഇടപെടും. ഓക്കെ, ഇത് നമ്മൾ കണ്ട 5-ാമത്തെ പോയിന്റാണ്. 6-ാമത്തെ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്നാനപ്പെടുവാൻ താമസമാണെങ്കിലും അതും പാപം തന്നെയാണ്. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 22:16. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം വായിക്കുമ്പോൾ, ഇനി താമസിക്കുന്നത് എന്ത്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകി കളയുക എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലായി നിങ്ങൾ മാറിയ ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്നാനം. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ രക്ഷയെ പ്രാപിച്ചെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം സ്നാനം പെടണം. നിങ്ങൾ ഇനിയും സ്നാനപ്പെടാത്ത അനേക സഭകളുണ്ട്, നിങ്ങൾ സ്നാനപ്പെടണം. പക്ഷെ ഈ സഭയിൽ ഞങ്ങൾ ആരും നിർബന്ധിക്കത്തില്ല. വചനം പറയുന്നത് നാം രക്ഷിക്കപ്പെട്ട പൈതലാണെങ്കിൽ നാം സ്നാനം ഏൽക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നാം രക്ഷ പ്രാപിച്ചു, നാം അടുത്ത് ചെയ്യേണ്ടത് എന്താണ്, സ്നാനം പെടണം. സ്നാനം പെട്ടാലേ നമുക്ക് എന്തുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. അപ്പൊ ഇതുവരെ ഇപ്പോൾ പരിശുദ്ധാത്മ പ്രാപിക്കാത്തവർ നിങ്ങൾക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നാനം പെട്ടിട്ടില്ല. സ്നാനപ്പെട്ടാൽ അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ദാനം എന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടവരും. നമുക്ക് കാണാൻ കഴിയും, യേശുക്രിസ്തു നമുക്കൊരു മുൻമാതിരിയാണ്. യേശുക്രിസ്തു സ്നാനപ്പെട്ടോ, എവിടെയാണ് യോവാൻ സ്നാപകനാൽ സ്നാനപ്പെടുവാൻ യേശു എന്ത് ചെയ്ത്, താൻ ആയിരിക്കുന്ന സ്ഥലത്ത് വിട്ട് യോഹന്നാൻ എവിടെ പാർക്കുന്നുണ്ടോ, എവിടെ സ്നാനപ്പെടുത്തുന്നുണ്ടോ ആ സ്ഥലത്തിലോട്ട് യേശു വന്നു. വായിച്ചു. യോഹന്നാനോ അവനെ വിലക്കി. ഇവിടെ യോഹന്നാൻ പ്രതി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരണവോ എന്ന് പറഞ്ഞു. അത് യേശു എന്ത് പറഞ്ഞു, യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അവൻ അവനെ സമ്മതിച്ചു. യോവാൻ സ്നാനം പറഞ്ഞ്, ഞാൻ നിന്നാൽ സ്നാനം ഏൽക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ നിനക്ക് സ്നാനം കഴിക്കാൻ കഴിയത്തില്ല. ஆனால் ദൈവം പറഞ്ഞ്, യേശു പറഞ്ഞതാണ്, സകല നീതിയും അല്ലെ, സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അവൻ അവനെ സമ്മതിച്ചു. ഓക്കെ, ഇപ്പോൾ നോക്കാം 16-ാം വാക്യം.
യേശു സ്നാനം ഏറ്റ ഉടനെ എന്താണ് സംഭവിച്ചത്? യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അവൻ സ്നാനം ഏറ്റപ്പോൾ സ്വർഗം തുറന്ന് വായിച്ചോ, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വന്നത് അവൻ കണ്ട്. അപ്പോൾ സ്നാനം ഏറ്റ ഉടനെ എന്താണ് സംഭവിച്ചത്? സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രാവ് എന്ന പോലെ അവന്റെ മേൽ വന്നു. വന്നത് മാത്രമല്ല, പിന്നെ പറയുന്ന വാക്യം, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. നമുക്കറിയാം യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനാണ്. പക്ഷെ ഇവിടെ വചനം പറഞ്ഞത് പ്രിയപുത്രൻ. എപ്പോഴാണ്? സ്നാനം ഏറ്റവും ശേഷമാണ് സ്വർഗത്തിൽ ദൈവം പറയുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ. എപ്പോഴാണ്? സ്നാനം ഏറ്റ സമയം. ഇപ്പോൾ നിങ്ങൾ പറയുക, നിങ്ങൾ പുത്രിമാരോ പ്രിയപുത്രിമാരോ? എന്തുകൊണ്ട് പ്രിയപുത്രിമാരായി? സ്ഥാനം ഏറ്റത് കൊണ്ട് ഇപ്പൊ എന്തായി? നിങ്ങൾ പ്രിയപുത്രിമാരായി. ആർക്കായി? ദൈവത്തിനായി. അത് മാത്രമല്ല, വചനം എന്താ പറയുന്നത്? ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്റെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. യേശു കർത്താവ് മാത്രമാണോ സ്വർഗം തുറക്കും? ആണോ? ആ ദൈവപുത്രനല്ലേ, അതുകൊണ്ട് സ്വർഗം തുറക്കും എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അല്ല. ദൈവത്തിൽ വിശ്വസിച്ച് അവന്റെ വചനത്തെ അനുസരിക്കുന്ന എല്ലാവർക്കും സ്വർഗം തുറക്കും. സ്വർഗം തുറക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ദാനവും ലഭിക്കും. എന്നാൽ ദൈവം വാക്കുറച്ചവൻ അവൻ വാക്ക് മാറത്തില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. കർത്താവ് പാപികളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ പാപത്തെ വെറുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പുത്രന്മാരായിരുന്നു, ஆனால் നിങ്ങൾ എന്ന് സ്ഥാനമേറ്റോ അന്നു മുതൽ നിങ്ങൾ ആരാണ്? പ്രിയ പുത്രിമാരും പ്രിയ പുത്രന്മാരുമായി നിങ്ങൾ മാറി. ഞാൻ ഇത്രയും പറഞ്ഞത് സ്ഥാനം ഏൽക്കണം എന്ന്, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് നിങ്ങൾ അനുസരിച്ചേ മതിയാകും. അതുകൊണ്ട് സ്നാനപ്പെടാത്തവർ നിങ്ങൾ ദയവായി സ്നാനപ്പെടുക. ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുക. ദൈവത്തിന്റെ നന്മകൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്കറിയാം, നിക്കോദേമോസ് എന്ത് ചെയ്ത് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ച് കർത്താവ് അവനോട് പറഞ്ഞു, എന്താണ്? വെള്ളത്തിനാലും ആത്മാവിനാലും നീ ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. വെള്ളത്തിനാണ് പറയുന്നത് എന്താണ്? സ്നാനം. ആത്മാവിനാണ് പറയുന്നത് വെള്ളത്തിനാൽ സ്നാനമേറ്റാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ദാനം ലഭിക്കും. അതുകൊണ്ട് നമുക്ക് എവിടെ എത്താൻ കഴിയും? സ്വർഗത്തിൽ കടക്കുവാൻ കഴിയും. നാം സ്നാനപ്പെട്ടില്ലെങ്കിൽ ആത്മാവ് നമുക്ക് ലഭിക്കാൻ കഴിയത്തില്ല, നമുക്ക് സ്വർഗത്തിലും എത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്നാനം ഏൽക്കാത്തവർ നിങ്ങൾ സ്നാനപ്പെടുക, പ്രാർത്ഥിച്ച് നിങ്ങൾ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞത്, അപ്പോ സ്നാനം നാം ഇതുവരെ എടുക്കാൻ താമസിക്കുമെങ്കിലും അതും ദൈവസന്നിധി തെറ്റാണ്, പാപമാണ്. നാം ദൈവത്തിന്റെ വചനത്തെ നാം അനുസരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം സ്നാനപ്പെടണം. നാം സ്നാനപ്പെട്ടാൽ വചനം പറഞ്ഞതുപോലെ നാം പ്രിയ പുത്രനായി പുത്രിയായി നമുക്ക് മാറുവാൻ കഴിയും. പിന്നെ അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, നാം കർത്താവിന്റെ മേശയിൽ പങ്കെടുത്തില്ലെങ്കിലും അതും പാപം തന്നെയാണ്. നമുക്ക് വായിക്കാം 11-29 വാക്യം. കർത്താവിന്റെ മേശയിൽ നാം അത് ശരിയായി പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് പറയുന്നത് പാപത്തോടെ നാം ഇതിൽ പങ്കെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ ശിക്ഷാവിധിയിൽ ആക്കും. അപ്പോൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമുക്ക് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ പല നിയമങ്ങൾ കർത്താവ് സംഖ്യ പുസ്തകത്തിൽ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് ഒരു വാക്യം മാത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സംഖ്യ പുസ്തകം 9:12. പഴയ നിയമത്തിൽ പെസഹ ആചരിച്ചത്, അതുപോലെ പെസഹയുടെ ചട്ടപ്രകാരമൊക്കെയും അവർ അത് ആചരിക്കണം. 13 വാക്യം വായിച്ചു. 13 അതില് ശുദ്ധിയുള്ളവനും
ഇല്ല പ്രമാണം പ്രയാണം അല്ലാത്തവരുമായ ഒരുത്തൻ പെസഹ ആചരിക്കാതെ തിരിച്ചറിഞ്ഞാൽ അവനെ അവൻ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. നിശ്ചയിച്ച സമയത്ത് യഹോവയുടെ വഴിപാട് കഴിക്കാത്തതുകൊണ്ട് അവൻ തന്നെ പാപം വഹിക്കണം. പഴയ നിയമത്തിൽ പെസഹ എങ്ങനെ ആചരിക്കണമെന്ന് കർത്താവ് ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. ആ നിയമപ്രകാരമേ പെസഹ ആചരിക്കണം. അങ്ങനെ ആ ചട്ടപ്രകാരം ആ പെസഹ അവൻ ആചരിച്ചില്ലെങ്കിൽ അവൻ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. നിശ്ചയിച്ച സമയത്ത് യഹോവയുടെ വഴിപാട് കഴിക്കായിക്കൊണ്ട് അവൻ തന്റെ പാപം വഹിക്കണം. അപ്പൊ പഴയ നിയമത്തിൽ ആ ചട്ടപ്രകാരം ആചരിക്കേണ്ട പെസഹ അത് ശരിക്കും ആചരിച്ചില്ലെങ്കിൽ അത് പാപം തന്നെയാണ്. അപ്പൊ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് നമ്മുടെ മുൻപിൽ കർത്താവിന്റെ മേശയുണ്ട്, നമ്മുടെ അപ്പവും വീഞ്ഞുമുണ്ട്. അത് നാം എന്ത് ചെയ്യണം? ശരിക്കും സ്നേഹത്തോടെ ആചരിക്കേണ്ട വിഷയമാണ്. പാവിയായിരുന്ന എന്നെ കർത്താവ് എന്ത് ചെയ്ത് അവരുടെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് ഇത് കർത്താവിന്റെ വരവിനെ ഓർത്ത് നാം എന്ത് ചെയ്യണം? കർത്താവ് എനിക്ക് വേണ്ടി അവന്റെ ശരീരം ഉളവുചാൽപ്പോൾ അടിക്കപ്പെട്ട് അവന്റെ രക്തം ഈ ഭൂമിയിൽ അവസാന തുളി രക്തം വരെ എനിക്ക് വേണ്ടി നൽകപ്പെട്ടതെന്ന് ആ ബോധ്യം നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യമാണ്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സമ്മാനങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യം സൂക്ഷിച്ചുകൊള്ളാം. നാം സൗദിക്കുന്നു എന്ന് കാണുമ്പോഴും അത് അധികമധികമായി ചെയ്യേണ്ടതാവും. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കാതെ ഭയങ്കരമായ പ്രതീക്ഷയും. അപ്പോൾ ഇവിടെ വചനം നമ്മളോട് പറയുന്നതാണ്, സ്ത്രീകൾ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചു കൊണ്ടോ. അതിനർത്ഥം ചിലർ ചെയ്യുന്നുണ്ട്, സഭായോഗങ്ങൾ എന്ത് കേൾക്കുന്നത് ഉപേക്ഷിക്കുന്നുണ്ട്. അവർക്ക് കല്യാണമാണെങ്കിൽ സഭയിൽ പണത്തില്ല, ഒരു മരണമാണെങ്കിൽ പണത്തില്ല, അവിടെ ബന്ധപ്പെട്ട വിവാഹമാണെങ്കിൽ സഭായോഗത്തിൽ പണത്തില്ല. ഇവിടെ ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ടും സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക നാം സമീപിക്കുന്നു എന്ന് കാണുന്നതോടെ അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. പറഞ്ഞിട്ട് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ. നമുക്ക് സത്യം അറിയാം, സഭായോഗം വർണ്ണമെന്ന് നമുക്കറിയാം. പക്ഷേ നാം ഒരു ബന്ധുക്കളുടെ വിവാഹത്തിന് നാം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നാം ദൈവത്തെ എന്റെ ജീവിതത്തിൽ ഇന്ന് വേണ്ടാമെന്ന് നാം മാറ്റിവെക്കുന്ന അവസ്ഥയാണ്. വചനം പറഞ്ഞത് സഭായോഗം കൂടി വന്നതിന് വേണ്ടിയാണ് തമ്മിൽ പ്രബോധിക്കണം, നിങ്ങൾ ദൈവവചനത്തിൽ ബലപ്പെടണം. പക്ഷെ നമുക്കൊരു ജോലിയാണെങ്കിൽ ഞായറാഴ്ച പാർട്ടില്ല, അതിന് വേണ്ടി നമുക്ക് ഞായറാഴ്ച ജോലി ഉണ്ടെങ്കിൽ സഭായോഗം കട്ടി. നമുക്കറിയാം സഭയ്ക്ക് പോകണം, നമുക്കറിയാം സഭയിൽ പങ്കെടുക്കണം അറിയാം. പക്ഷെ ജോലി മുഖാന്തരം എന്തായി പറയട്ടെ, നിങ്ങൾ സഭായോഗത്തെ തുച്ഛീകരിച്ച് ജോലിക്ക് പോയാലോ ആ പണം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടത്തെ കൊണ്ടുപോകും. ഇത് എന്റെ അനുഭവമാണ്. നിങ്ങൾക്ക് മുൻപ് ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഞാൻ പല വഴിയിൽ ദൈവത്തെ എങ്ങനെയൊക്കെ പറ്റിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്തു. സത്യം പറയുന്നത് നിങ്ങൾ പോയത് കൊണ്ടല്ല, നിങ്ങൾക്ക് മുൻപ് പോയ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വരാതെ നിങ്ങൾ പോയാൽ നിങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടത്തെ കൊണ്ടുവരും. നിങ്ങൾക്ക് നഷ്ടമേ സംഭവിക്കും. അത് ശബ്ദം നമ്മൾ ആചരിക്കണം. ആചരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ശാപമാണ്. ഓക്കെ, നാം അനുസരിച്ചില്ലെങ്കിൽ അത് ശാപം തന്നെയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞത് സഭായോഗം നാം മിസ് ചെയ്യരുത്. കർത്താവ് പറഞ്ഞു, കർത്താവ് ശിഷ്യോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ദൈവമേ, ഞാൻ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്ത്. പക്ഷെ ദൈവം എന്താണ് പറഞ്ഞത്? മരിച്ചവർ അടക്കം ചെയ്യുക, നീ എന്നെ പിന്നാലെ. നമുക്ക് മഴക്കുണ്ടെങ്കിൽ മഴ ഉണ്ടെങ്കിൽ പോകണം. ഒരു ചെറുതായിട്ട് മഴ പെട്ടെന്ന് മഴ പെയ്യും ചെറുതായിട്ട് ചാറിയ പോകണം. പാസ് വീട്ടിൽ ഭയങ്കര മഴ
നമുക്ക് മനുഷ്യരെ പറ്റിക്കാം, ആർക്ക് ദൈവത്തെ പറ്റിക്കാൻ കഴിയും. അപ്പൊ വചനം എന്താണ്? സ്നേഹത്തിനും സൽപ്രവർത്തികളും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക, നാൾ സമീപിക്കുന്നു. എന്താണ് നാൾ സമീപിക്കുന്നു? ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തിട്ടുണ്ട്. ഞാനത് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ അവർ പറഞ്ഞൊരു വാക്യമുണ്ട്. എന്താണ്? ആൾക്കാരെ കാണുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, മാറനാഥ. അതിനർത്ഥം ദൈവം വരാൻ പോലെ ഒരുങ്ങിയിട്ടുണ്ടോ? പരസ്പരം അതെ ആശ്വാസപ്പെടുത്ത് ഒരുങ്ങിക്കോ, കർത്താവ് വരാൻ പോലെ എന്ന് കർത്താവ് പറഞ്ഞതിന് കാരണം നിങ്ങളാണോ രക്ഷ പ്രാപിക്കണം എന്ന് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്ന കർത്താവ് പറഞ്ഞില്ല. ഇനി കർത്താവ് താമസിക്കുന്നത് കൊണ്ടല്ല, ഇനിയും നമ്മളെപ്പോൾ രക്ഷിക്കപ്പെടാൻ കുറച്ച് പേർ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ വരവ് താമസിക്കുന്നത്. പക്ഷേ നാം ഒരുക്കത്തോടെ ആയിരിക്കണം. അപ്പോൾ നാൾ സമീപിക്കുന്നു എന്ന് കാണുന്നതോറും അധികമായി ചെയ്യേണ്ടതാണ്. നമുക്ക് എന്താണ് പറഞ്ഞത്? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ നമുക്ക് സത്യം അറിയാം. എന്താണ്? എനിക്ക് ഞായറാഴ്ച സഭയ്ക്ക് പോകണം എന്ന് നിനക്കറിയാം. അറിഞ്ഞിട്ടും ഞാൻ അത് വിട്ടിട്ട് കല്യാണത്തിന് പോയാൽ മനഃപൂർവ്വം പാപം ചെയ്യും. പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. സത്യത്തിന്റെ പരിജ്ഞാനം ദൈവം നിങ്ങൾക്ക് നൽകി. ആണ് നിങ്ങൾ ആ വചനത്തെ ഉദാസീനപ്പെടുത്തി നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ചെയ്താൽ അതും പാപം തന്നെയാണ്. നിങ്ങൾ യാക്കോബിന്റെ 4-17 വാക്യം പറയുന്നത്, യാക്കോബിന്റെ ലേഖനത്തിൽ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെയാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ അതും പാപം തന്നെയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഏതാണ് നന്മ എന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമുക്ക് എന്ത് പറ്റില്ല, മനസ്സ് ഇടം കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് നമുക്ക് സുവിശേഷം വായിക്കുമ്പോൾ ഒരുത്തൻ തന്റെ കൂട്ടുകാരുടെ അടുക്കൽ വന്ന് ആഹാരം ചോദിക്കുന്നത്. പക്ഷെ അവൻ എന്ത് ചെയ്ത് തന്റെ കുഞ്ഞോട് അവൻ കിടക്കുന്നത് കൊണ്ട് എഴുന്നേറ്റ് പോരാ മനസ്സിലാകുന്നു. ഞാൻ എന്റെ കുട്ടിയോടെ കിടന്നുപോയി, അതുകൊണ്ട് എനിക്ക് കഴിയത്തില്ല. പക്ഷെ വചനം കർത്താവ് പറഞ്ഞ് അവൻ കൂട്ടുകാരായുമ്പോൾ മാത്രമല്ല, അവൻ നിന്റെ അധിക പ്രാവശ്യം യാചിച്ചല്ലോ, അവൻ നിന്റെ ചോദിച്ചല്ലോ, അത് നിമിത്തമെങ്കിലും നിനക്ക് കൊടുക്കുക. പക്ഷെ അവൻ എന്ത് ചെയ്തു? കൊടുക്കുക. അപ്പോ ഇവിടെ വചനം നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാവം തന്നെയാണ്. നമുക്ക് വചനം എല്ലാം അറിയാം, നിങ്ങളാണ് എന്തറിയാം? വചനം എല്ലാം അറിയാം. പക്ഷെ അറിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ചെയ്ത് പാവം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പാവം ചെയ്യുന്നുണ്ട്. ആ വചനത്തെ നാം ഇപ്പോഴും ലംഘിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, വചനത്തെ ലംഘിക്കുന്ന ഞാനാകട്ടെ നിങ്ങളാകട്ടെ ദൈവത്തിന്റെ ഒരു നന്ദിയും പ്രാപിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് അത് ലഭിക്കത്തില്ല. ഈ എബ്രായർ എഴുതിയ പുസ്തകം, എബ്രായർ ലേഖനം 4 വാക്യങ്ങൾ വായിക്കാം. 4 മുതൽ 6 വാക്യങ്ങൾ വായിക്കാം. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും അതുകൊണ്ട് അവർ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നില്ല. വചനം പറഞ്ഞ് നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രാപിക്കുകയും വചനം അനുസരിക്കുകയും ദൈവത്തിന്റെ ദാനം പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കുകയും ചെയ്തവർ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാതെ പിന്മാറിപ്പോയാൽ, വചനത്തിൽ പിന്മാറിപ്പോയാൽ, ഹൃദയത്തിൽ ദൈവത്തെ വിട്ട് അകന്നു പോയാൽ, ഇവിടെ വചനം പറയുന്നത് തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നു. നിങ്ങൾ അവിശ്വാസത്തെ എപ്പോഴൊക്കെ ദൈവവചനത്തെ കാണിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദൈവപുത്രനെ നിങ്ങൾ വീണ്ടും ക്രൂശിക്കുന്നു. നിങ്ങൾ ചെയ്ത് ലോക അപവാദം വർത്തുന്നവരും ആക്കി ദൈവത്തിന്റെ നാമം നിങ്ങളുടെ മുഖാന്തരം ദുഷിക്കപ്പെടും. നമുക്കറിയാം സത്യം എന്താണ് അറിഞ്ഞിട്ടോ നാം അത് ചെയ്തില്ലെങ്കിൽ ആണ് ഇവിടെ വചനം നമ്മുടെ ഹൃദയത്തിൽ
ദൈവത്തെ വിട്ട് അകന്നു പോയാൽ, നമ്മൾ പിന്മാറി പോയാൽ എന്താണ് സംഭവിക്കാനുള്ള ദൈവത്തിന്റെ വചനം പറയുന്നത്? നാം വീണ്ടും ദൈവപുത്രനെ ക്രൂശിക്കുകയും ആ ലോകം വർത്തുകയും അതുകൊണ്ട് അവർ പിന്നെയും മാനസാന്തത്തിലേക്ക് ഒതുക്കുവാൻ കഴിയും. അങ്ങനെയുള്ള വ്യക്തികളെ വീണ്ടും മടങ്ങി ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ദൈവത്തിന്റെ നന്മകളും ദൈവത്തിന്റെ സ്നേഹത്തെയും സകലം രുചിച്ച വ്യക്തി ചെയ്ത് പിന്മാറിപ്പോൾ വചനം പറയുന്നത് ദൈവത്തിന്റെ ആത്മാ അവനെ മാറ്റപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ മാറ്റപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഒന്നിന് പകരം 7 ദുരാത്മാക്കൾ നിങ്ങളുടെ ഹൃദയത്തിൽ കയറും. നിങ്ങളുടെ മാനസാന്തരത്തോട് നിങ്ങൾ നയിക്കത്തില്ല, പകരം പാപത്തിലോട്ട് നിങ്ങൾ നയിക്കും. നിങ്ങളുടെ ജീവിതം അവസാനിക്കും. അപ്പോൾ പറഞ്ഞത് നാം ദൈവത്തിന്റെ വചനങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നത് ആർക്കാണ്? എനക്കും നിങ്ങൾക്കുമാണ്. ദൈവം എന്റെ അടുത്ത് നിങ്ങൾക്കാണ് അധികമായി കണക്ക് ചോദിക്കും. ഇതിനു വേണ്ടിയാണ് നാം ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്നുണ്ടോ? ദൈവത്തെ അറിയാത്തവർ ദൈവം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ദൈവം മക്കൾക്ക് എന്തുകൊണ്ട്? നാം ചെയ്ത തെറ്റുകൾക്ക് എന്തുകൊണ്ട് ശിക്ഷ വരും? എന്താണ് ശിക്ഷ? ദൈവം അടിക്കുക. പല പേരും ചോദ്യം യേശു കർത്താവ് സ്നേഹമുള്ള ദൈവമാണ്, അവൻ എന്നെ അടിക്കും എന്ന് പല പ്രാവശ്യം പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ദൈവം സ്നേഹവാൻ തന്നെയാണ്. എങ്കിലും നമ്മളുടെ മക്കൾ തെറ്റ് ചെയ്താൽ, നമ്മുടെ പിതാക്കന്മാർ തെറ്റ് ചെയ്ത് ഒരു വടിയെടുത്ത് ഒരു അടി കൊടുക്കണം. എന്തിനു വേണ്ടി? അവൻ ആ തെറ്റ് ആവർത്തിക്കരുത്. അതുപോലെ നമ്മുടെ പിതാവ് നമുക്കൊരു അടി കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഇല്ലെങ്കിൽ പിശാചിന്റെ മക്കളായി നമ്മൾ മാറിപ്പോകും. നാം ദൈവത്തിന്റെ മക്കളായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും തെറ്റുകൾക്ക് കർത്താവ് ചെയ്ത് ഒരു അടി കൊടുക്കുന്നത്. ഇത്രയും പറഞ്ഞത്, നാം ദൈവത്തിന്റെ വചനത്തെ അറിഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിക്കുമെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കും. വചനം പറഞ്ഞ പോലെ ചിലപ്പോൾ നാം ദൈവത്തെ ദുഃഖപ്പെടുത്തും, ദൈവത്തെ വേദനപ്പെടുത്തും. നാം മടങ്ങി വന്നില്ലെങ്കിൽ നാം ദൈവത്തെ ചെയ്യുന്നത് ലോക അപവാദപ്പെടുത്തും. എന്ത് മാത്രം? ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടും. അതിന് നിങ്ങൾ ഇണം കൊടുക്കും. അപ്പൊ നമ്മൾ കണ്ട കാര്യം നാം സുവിശേഷം അറിയിക്കുക. ഇത് നിങ്ങളുടെ വിഴുന്ന കടമ എന്ന വചനം പറഞ്ഞ് സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിങ്ങൾക്ക് പറയാൻ യേശു നല്ല ദൈവമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. യേശു നിങ്ങൾ കഷ്ടങ്ങൾ വിടുവിക്കും. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന് ഒരു വാക്കെങ്കിലോ പറഞ്ഞാൽ ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ കഴിയും. രണ്ടാമത്തെ സ്ഥാനം സ്ഥാനപ്പെടാത്തവർ ദയവായി സ്ഥാനപ്പെടുക. 3 നാം കണ്ടത് എന്താണ്? കർത്താവിന്റെ മേശയിൽ നാം പങ്കെടുക്കണം. പങ്കെടുത്തില്ലെങ്കിലും അതും പാപം തന്നെയാണ്. പിന്നെ നമ്മുടെ സഭായോഗത്തെ ആരും ഉപേക്ഷിക്കണം. അപ്പൊ സഭായോഗത്തിൽ കൊടുക്കുന്ന പ്രാധാന്യമുണ്ട്. അത് നാം ഗൗരവത്തോടെ നാം കൊടുക്കണം. ചെയ്തില്ലെങ്കിൽ വചനം പറയുന്നത് പോലെ നാം ദൈവത്തെ ക്രൂശിക്കണം. ദൈവത്തിന് ലോക അപവാദം വർത്തനവുമായി നാം മാറിപ്പോകുവാൻ ഇടവരും. എന്നാൽ മറ്റൊരു മുൻപിൽ നാം സാക്ഷിയായില്ല. നാം സാക്ഷിയായി ജീവിക്കുന്നത് എന്താണ്? ഞായറാഴ്ച എനിക്ക് ദൈവമാണ് ഏറ്റവും പ്രാധാന്യം. ഞാൻ വരും സഭയിൽ പോയി ദൈവത്തോട് കണ്ട് സംസാര ശേഷം ഞാൻ വരുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വന്നു. അങ്ങനെ പറയട്ടെ, ദൈവത്തിന് കൊടുക്കുന്ന ആദ്യ സ്ഥാനം സകലത്തിൽ കൊടുക്കുമെങ്കിൽ അവിടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, മാനിക്കും. ദൈവത്തെ മാനിച്ചാൽ ദൈവം നിങ്ങളെയും മാനിക്കും. നിങ്ങളെ മനുഷ്യ മുമ്പായി ദൈവങ്ങളെ ലജ്ജിക്കുവാൻ ഇടവരുത്തില്ല. കർത്താവ് ഈ വചനം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവ